അതിലൊരു ഭാഗം കേരളത്തിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ കാണേണ്ടത് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് ഈ വിജയം. പ്രതിലോമ ശക്തികളുടെ തെറ്റായ ഒരുപാട് പ്രചാരവേലകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതൊരു ഭാഗത്തുള്ളപ്പോൾ തന്നെ വലിയ തോതിലുള്ള ചേരിതിരിവിന് വേണ്ടി ശ്രമം നടന്നു. ജാതീയമായ ധ്രുവീകരണത്തിനും വർഗീയമായ ചേരിതിരിവിനും വേണ്ടി പ്രവർത്തിക്കുന്നവർ LDF സർക്കാരിനെ പരാജയപ്പെടുത്താൻ മുൻപന്തിയിൽ തന്നെയുണ്ടായി. ഒരുപാട് ശക്തികൾ ഒന്നിച്ച് LDF സർക്കാരിനെ പരാജയപ്പെടുത്താൻ വേണ്ടി രംഗത്ത് വന്നതും നാം കണ്ടതാണ്. അതിനെയെല്ലാം മറികടന്നുള്ള വിജയമാണ് ഇവിടെ ഉണ്ടായത്. രാജ്യത്തിൻ്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, മതനിരപേക്ഷതയുടെ, നാനാത്വത്തിൽ ഏകത്വത്തിൻ്റെ സമീപനം മുറുകെ പിടിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചിരുന്നത്. അതിനുള്ള ജനങ്ങളുടെ അംഗീകാരം കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ കാത്തുസൂക്ഷിക്കുന്നതിന് ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിവിധ സംഭവങ്ങളിലൂടെ ജനങ്ങൾക്ക് വ്യക്തമായി. ജനങ്ങളെ ദുർബോധനപ്പെടുത്താനുള്ള ഒട്ടേറെ ശ്രമങ്ങളുണ്ടായെങ്കിലും അതിലൊന്നും കുടുങ്ങിയില്ല. അവരുടെ ജീവിതാനുഭവം അതിനടിസ്ഥാനപ്പെടുത്തി തന്നെ നിലപാടെടുത്തു എന്നതാണ് നാം കണ്ടത്. അതിനെല്ലാമുള്ള അംഗീകാരമാണ് ഈ സർക്കാരിന് ഉണ്ടായിട്ടുള്ളത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജനങ്ങളെയാകെ അണിനിരത്തി ആ പ്രതിസന്ധികളെ മറികടക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. നാടിൻ്റെ പ്രതിസന്ധികളിൽ ചേർത്തുപിടിച്ച സർക്കാരിൻ്റെ നയങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചുവെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. കഴിഞ്ഞ നാളുകളിൽ ഇവിടെ അഴിച്ചുവിട്ട ഒരുപാട് കള്ളപ്രചാരവേലകളുണ്ട്. അതിലേക്കൊന്നും ഇപ്പോൾ കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ സർക്കാരിനെതിരെ കള്ളപ്രചാരവേലകളുടെ പരമ്പരയായിരുന്നു ഇവിടെ ഉണ്ടായത്. അത്തരം കള്ളപ്രചാരവേലകളെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന വ്യക്തമായ സന്ദേശം ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയിരിക്കുകയാണ്. വിവാദങ്ങളിൽ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളെയും ജനാധിപത്യ മൂല്യങ്ങളെയും
മുക്കിക്കൊല്ലാനുള്ള പരിശ്രമങ്ങൾക്കെതിരെ ജനങ്ങൾ അണിനിരന്താണ് LDFന് വിജയം സംഭാവന ചെയ്തത്. സർ, കഴിഞ്ഞ പ്രകടന പത്രിക നടപ്പിലാക്കുന്നതിൽ സർക്കാർ കാട്ടിയ ജാഗ്രതയും ഇടപെടലും പുതിയൊരു രാഷ്ട്രീയ സംസ്കാരത്തിനാണ് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെ LDF പ്രകടന പത്രിക മുന്നോട്ട് വെക്കുമ്പോൾ അത് നടപ്പാക്കാനുള്ളതാണ് എന്ന പൂർണ്ണ ബോധ്യം ജനങ്ങൾക്കുണ്ടായി. അതിൻ്റെ ഫലമായി LDF മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾക്ക് തിരഞ്ഞെടുപ്പിൽ വലിയ പിന്തുണ ജനങ്ങളിൽ നിന്നും ഉണ്ടാവുകയും ചെയ്തു. സർ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്നുള്ളത്. പരോക്ഷമായി ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അത് തങ്ങളുടെ പിന്തുണയോടെയാണ് കഴിഞ്ഞ തവണ വന്നത് എന്നത് ഇപ്പോൾ സമ്മതിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ പിന്തുണയായിരുന്നു നേമത്ത് അവർക്ക് അക്കൗണ്ട് തുറക്കാൻ ഇടയാക്കിയിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന പരമാർത്ഥമാണ്. പിന്നീട് പരസ്യമായും ആ കാര്യങ്ങൾ വന്നു. അവിടെ മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥിയും തോറ്റ സ്ഥാനാർത്ഥിയും. വിജയിച്ച സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭയിലുണ്ടായിരുന്ന O രാജഗോപാൽ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കോൺഗ്രസ്സുകാരുടെ വോട്ടുണ്ടായിരുന്നു, കോൺഗ്രസ് നേതാക്കളുടെ അറിവും അതിനുണ്ടായിരുന്നു. അന്ന് മത്സരിച്ച സ്ഥാനാർത്ഥി, പരാജയപ്പെട്ട സ്ഥാനാർത്ഥി, UDFൻ്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം പരസ്യമായി രംഗത്ത് വന്നു. ഒരു ഘട്ടമായപ്പോൾ കോൺഗ്രസ്സുകാരെ എവിടെയും കാണാനില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പരാതിപ്പെട്ടു. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിലേക്ക് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകേണ്ട കാര്യമില്ല. ഏതായാലും അന്ന് ജയിക്കാനിടയായത് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും പിന്തുണ കൊണ്ടാണ് എന്ന് ഈ രണ്ടു കൂട്ടരും തന്നെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. സർ, BJPയുടെ വർഗീയ നിലപാടുകൾക്ക് കടുത്ത തിരിച്ചടി നൽകാൻ സംസ്ഥാനത്തിന് സാധ്യമായി എന്നത് ജനാധിപത്യ വിശ്വാസികൾക്കാകമാനം സന്തോഷവും ആത്മവിശ്വാസവും നൽകുന്ന ഒന്നാണ്. സർ, ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുമായി UDF തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ പരസ്യമായ കൂട്ടുകെട്ടിലായിരുന്നു. പിന്നെ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഇടയിൽ തന്നെ ഉയർന്നു വന്ന തർക്കവിതർക്കങ്ങളൊക്കെ കേരളമാകെ കേട്ടതാണ്. പക്ഷേ ആ കൂട്ടുകെട്ട് ഈ തെരഞ്ഞെടുപ്പിലും തുടരുകയായിരുന്നു. മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കുന്ന ഈ കൂട്ടുകെട്ടിനെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നതും ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ നാം കാണേണ്ടത് സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗമല്ല, നാടാകമാനം ഈ സർക്കാരിനെ അംഗീകരിക്കുന്നുവെന്നതാണ്. സർ, ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ യഥാർത്ഥ ചിത്രം പരിശോധിച്ചാൽ എല്ലാ പ്രദേശങ്ങളും എല്ലാ ജനവിഭാഗങ്ങളും ഒരേപോലെ LDFനെ പിന്താങ്ങി എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. സർ, ഇവിടെ നേരത്തെ ചർച്ച നടക്കുമ്പോൾ ഈ സർക്കാരിന് നയവുമില്ല പരിപാടിയുമില്ല എന്ന നിലയിൽ ചിലർ
വിമർശനമുയർത്തുകയുണ്ടായി. സർ, കേരളത്തിൻ്റെ വികസനത്തെയും വർത്തമാനകാലത്ത് നാം ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വ്യക്തതയുള്ളവർക്ക് സാധാരണ നിലയ്ക്ക് ഇത്തരമൊരു വിമർശനം ഉയർത്താനാവില്ല. ആധുനിക കേരളത്തിൻ്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായി നിലനിന്നത് നവോത്ഥാന പ്രസ്ഥാനങ്ങളും തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളും ദേശീയ പ്രസ്ഥാനവും നടത്തിയ ഇടപെടലുകളും പ്രവർത്തനങ്ങളുമായിരുന്നു. ഇതിൻ്റെ തുടർച്ചയാണ് 1957 സർക്കാർ. ആ സർക്കാർ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ആധുനിക കേരളത്തിൻ്റെ വികസനത്തിന് അടിത്തറയായി തീർന്നു. 57 സർക്കാർ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ ബില്ല്, സാമൂഹ്യ നീതിക്കായുള്ള ഇടപെടൽ, പോലീസ് നയത്തിൻ്റെ പരിവർത്തനം, ഭരണയന്ത്രത്തിൻ്റെ ജനാധിപത്യവൽക്കരണം, ഇവയെല്ലാം കേരള വികസനത്തിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിൽ ഉയർന്നു വന്നു. ക്ഷേമ പദ്ധതികൾ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ഇതിൻ്റെ തുടർച്ചയിലുണ്ടായ നേട്ടങ്ങൾ, ഇതിൻ്റെ എല്ലാം ഭാഗമായി കേരള മോഡൽ എന്ന വികസന കാഴ്ചപ്പാട് ഇവിടെ മാത്രമല്ല ലോകത്തെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥിതിയുണ്ടായി. സർ, ആഗോളവൽക്കരണ നയങ്ങൾ രൂപപ്പെട്ട 90കളിൽ കേരളത്തിൻ്റെ വികസനം പുതിയ പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വന്നു. കേരളത്തിൻ്റെ വികസന നയങ്ങളിൽ പൊതുവായി ഉണ്ടായ ദൗർബല്യം ആഗോളവൽക്കരണ നയങ്ങളുടെ ശക്തമായ ഇടപെടൽ പ്രതിസന്ധിയെ രൂക്ഷമാക്കി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വികസനത്തിൻ്റെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് നവകേരളം എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം എന്ന പരിശ്രമമാണ് ഈ കാലയളവിലെ ഇടതുപക്ഷ സർക്കാരുകൾ നടത്തിയത്. ആഗോളവൽക്കരണ നയങ്ങൾ അതേപോലെ നടപ്പിലാക്കി കേരളത്തിൻ്റെ നേട്ടങ്ങൾ താർക്കുക എന്ന വലതുപക്ഷ സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധവും ഈ കാലയളവിൽ ഉയർന്നു വന്നു. സർ, കഴിഞ്ഞ സർക്കാർ ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദൽ രൂപപ്പെടുത്തുന്നതോടൊപ്പം കേരളത്തിൻ്റെ സവിശേഷമായ പ്രശ്നങ്ങളെ മറികടക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടത്തി. കാർഷിക വ്യവസായ മേഖലകൾ ശക്തിപ്പെടുത്തൽ അതിൻ്റെ ഭാഗമായിരുന്നു. സർ, അതേപോലെ തന്നെ പശ്ചാത്തല സൗകര്യ വികസനം മുന്നോട്ട് കൊണ്ടുപോകൽ അതിൻ്റെ ഭാഗം തന്നെയായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ ഗുണനിലവാരത്തിൻ്റെ പ്രശ്നം പരിഹരിക്കലൊരു പ്രധാന കാര്യമായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖല നേരത്തെ തന്നെ ശക്തിപ്പെട്ടു എന്ന വസ്തുതയാണ്. പക്ഷേ കാലാനുസൃതമായ പുരോഗതി ആ മേഖലകളിൽ വേണ്ടതുണ്ടായിരുന്നു. അതാണ് കഴിഞ്ഞ സർക്കാർ നടപ്പാക്കാൻ ശ്രമിച്ചത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ സവിശേഷ പ്രാധാന്യത്തോടെ കണ്ട് ഇടപെടുന്ന രീതിയാണ് സർക്കാർ സ്വീകരിച്ചത്. അതേപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ ശക്തിപ്പെടുത്തുന്ന സമീപനം സ്വീകരിച്ചു. മതനിരപേക്ഷത സംരക്ഷിക്കുക, ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനും അഭിവൃദ്ധിക്കും ഒഴിച്ചുകൂടാത്ത കാര്യമാണ്. ഇത്തരത്തിൽ ഉള്ളൊരു കാഴ്ചപ്പാട് നവകേരള സൃഷ്ടിയുടെ പ്രധാന കാഴ്ചപ്പാടായി മുന്നോട്ട് വെച്ചു എന്നതാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദുരന്തങ്ങളെ നമുക്കൊരുപാട് നേരിടേണ്ടി വന്നു, ഒട്ടേറെ ദുരന്തങ്ങൾ. ആ ദുരന്തങ്ങളുടെ മുന്നിൽ നിസ്സഹായതയോടെ തലയിൽ കൈവച്ച് നിലവിളിച്ചിരിക്കാനല്ല നാം തീരുമാനിച്ചത്. ജനങ്ങളെ അണിനിരത്തി ആ ദുരന്തങ്ങളെ നേരിടാനുള്ള നിലപാടാണ് നാം സ്വീകരിച്ചത്.
സർക്കാരിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFിനുണ്ടായ വിജയം. സർ, കേരളത്തിൻ്റെ വികസനത്തിൽ നിലനിൽക്കുന്ന ദൗർബല്യങ്ങളുണ്ട്. നേരത്തെ ഞാനത് പറഞ്ഞു. അവ പരിഹരിച്ച് നവകേരളം കെട്ടിപ്പടുക്കാനുള്ള കഴിഞ്ഞ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഈ സർക്കാർ പരിശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില മേഖലകളിൽ പുതുതായി കൂടുതൽ ഊന്നേണ്ടതുണ്ട്. അങ്ങനെ അത്തരം മേഖലകളിൽ പുതുതായി കൂടുതൽ ഊന്നുന്നതിനുള്ള പദ്ധതികൾ ഈ സർക്കാർ ആവിഷ്കരിക്കുന്നതാണ്. സർ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിൽ അഭ്യസ്ത വിദ്യർക്ക് അവരുടെ ശേഷിക്കനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കുന്നില്ല എന്ന പ്രശ്നം. സർ, ഇത് പരിഹാരം കാണേണ്ട പ്രശ്നമാണ്. നമ്മുടെ സമൂഹം നേരിടുന്ന തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുക എന്നതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ഈ സർക്കാരിൻ്റെ പ്രഥമ പരിഗണനയിൽ തന്നെ വരും. ഇതിനായി അടിസ്ഥാന മേഖലകൾക്കൊപ്പം തന്നെ IT, ടൂറിസം, ബയോടെക്നോളജി തുടങ്ങിയ മേഖലകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന നടപടിയായിരിക്കും സർക്കാർ സ്വീകരിക്കുക. സർ, 15,000 സ്റ്റാർട്ടപ്പുകൾക്ക് ഒരുക്കം നടത്തുന്നതിനുള്ള, സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അപ്പോൾ സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ പ്രോത്സാഹനം എന്ന നയം സർക്കാർ തുടരുക തന്നെ ചെയ്യും. 20 ലക്ഷം അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ നൽകുന്നതിനുള്ള പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുക. സർ, അതോടൊപ്പം തന്നെ 40 ലക്ഷം തൊഴിലവസരങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നൈപുണിക പരിശീലനം, വ്യവസായ പുനഃസംഘടന, കാർഷിക നവീകരണം ഇവയെല്ലാം കൃത്യമായ ഗൃഹപാഠത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കി നടപ്പിലാക്കുന്ന നടപടി സ്വീകരിക്കും. സർ, നമ്മുടെ നാടിൻ്റെ വ്യവസായ പുനഃസംഘടനയിലൂടെ അതേപോലെ തന്നെ കാർഷിക രംഗത്ത് വരുന്ന നവീകരണത്തിലൂടെ വലിയ തോതിലുള്ള തൊഴിലവസരങ്ങളാണ് വർദ്ധിക്കാൻ പോകുന്നത്. അതോടൊപ്പം വീട്ടിനകത്തോ അല്ലെങ്കിൽ വീട്ടിനടുത്തോ ഇരുന്ന് തൊഴിലെടുക്കാൻ സന്നദ്ധരായ ഉദ്യോഗാർത്ഥികളെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യിക്കുന്ന നടപടി, അവർക്ക് വേണ്ടി അന്തർദേശീയ തൊഴിൽ കമ്പനികളോട് സംവദിക്കും. ഇപ്പം തന്നെ ആ സംവേദനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടേറെ വൻ കമ്പനികളുമായടക്കം സംവദിക്കൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് അതോടൊപ്പം തൊഴിൽ ലഭിക്കുന്നവരുടെ സാമൂഹ്യ സുരക്ഷാ ബാധ്യത ഏറ്റെടുക്കാനും സർക്കാർ തയ്യാറാകും. ഇതെല്ലാം ചെയ്യുന്നതിനുള്ള മികച്ച സ്ഥാപനമായി KDISCനെ മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. കാർഷിക മേഖലയിൽ 5 ലക്ഷവും കാർഷികേതര മേഖലയിൽ 10 ലക്ഷവും ഉപജീവന തൊഴിലുകളാണ് സൃഷ്ടിക്കുക. സർ, അതോടൊപ്പം തന്നെ ആധുനിക കാലഘട്ടത്തിൽ വിജ്ഞാനത്തിൻ്റെ മുന്നേറ്റമെന്നത് ഏറ്റവും പ്രധാനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല വിപുലപ്പെടുത്തുന്നതിനും അതിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്കും വലിയ ഊന്നൽ സർക്കാർ നൽകുന്നുണ്ട്. സർ, നാം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖല നല്ല പുരോഗതി നേടിയ മേഖല തന്നെയാണ്.
പക്ഷേ ആ ഒരു അവകാശവാദത്തിൽ മാത്രം നാം നിന്നു പോയാൽ പോരാ. കാലാനുസൃതമായ മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകണം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഫലപ്രദമായ ഇടപെടൽ കഴിഞ്ഞ തവണ നടത്താൻ പറ്റി. എന്നാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇപ്പോഴും ഒരുപാട് മാറ്റങ്ങൾ വേണ്ട മേഖലയാണ്. ആ മാറ്റങ്ങൾ എന്തൊക്കെയെന്നതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ നിലയിൽ പോയാൽ പോരാ. നമ്മുടെ കുട്ടികൾ പുതിയ കോഴ്സുകൾ തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടി വരുന്നുണ്ട്. അത് കോഴ്സിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ കോഴ്സുകൾ വർദ്ധിക്കണം, നമ്മുടെ പഠന നിലവാരം വർദ്ധിക്കണം. ലോകത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്താൽ ആദ്യത്തെ ഒരു നിശ്ചിത എണ്ണത്തിൽ, അതൊരു പക്ഷേ 500 ആയിക്കോട്ടെ ആദ്യഘട്ടത്തിൽ, ആ 500-ൽ ഒരിടത്തെങ്കിലും നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥാപനം ഉണ്ടാകണം. സർ, ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം പരിശോധിക്കുമ്പോൾ ആദ്യത്തെ ഒരു 10-ലെങ്കിലും നമ്മുടെ ഒരു സ്ഥാപനം ഉണ്ടാകണം. കേരളം എല്ലാ കാര്യത്തിലും അഭിവൃദ്ധിപ്പെട്ടു നിൽക്കുന്ന സംസ്ഥാനമാണ്. പല കാര്യങ്ങളിലും നാം ഒന്നാമതാണ്. ഈ കാര്യത്തിലും നമുക്ക് കാലാനുസൃതമായ മാറ്റം കൊണ്ടുവരാൻ കഴിയേണ്ടതുണ്ട്. അതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സർ, അതോടൊപ്പം തന്നെ അത്യുന്നത പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ച് അറിവിൻ്റെ ലോകത്തെ കൂടുതൽ വിപുലപ്പെടുത്താനാകണം. പുതിയ അറിവുകൾ സൃഷ്ടിക്കുന്നതിനുള്ള നടപടികൾക്ക് സംസ്ഥാന സർക്കാർ ഊന്നൽ നൽകും. അതിൻ്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പഠന സൗകര്യങ്ങൾ വലിയ തോതിൽ വിപുലപ്പെടുത്തുക, ഇതാണ് സർക്കാർ ഊന്നൽ നൽകുന്നത്. സർ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ സവിശേഷ പ്രാധാന്യത്തോടെ പരിഹരിക്കുക എന്നതും പ്രധാനമായാണ് സർക്കാർ കാണുന്നത്. സ്ത്രീകൾ, പട്ടികജാതി പട്ടികവർഗക്കാർ, മത്സ്യത്തൊഴിലാളികൾ, വയോജനങ്ങൾ തുടങ്ങിയവരുടെ പ്രശ്നങ്ങൾ സവിശേഷ പ്രാധാന്യത്തോടെ അഭിമുഖീകരിക്കുക എന്നത് പ്രധാന ദൗത്യമായി ഈ സർക്കാർ ഏറ്റെടുക്കും. കടലിൻ്റെ മക്കൾക്ക് തന്നെ ഉറപ്പുവരുത്തും. പരമദരിദ്ര കുടുംബങ്ങളുടെ സമഗ്രമായ ലിസ്റ്റ് ഉണ്ടാക്കി ഓരോ കുടുംബത്തിനും കരകയറുന്നതിനുള്ള മൈക്രോ പ്ലാൻ ഉണ്ടാക്കി നടപ്പിലാക്കും. വിവിധ തരത്തിലാകാം. അത് തദ്ദേശഭരണ സ്ഥാപനങ്ങളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായൊരു പരിപാടിയാണ് നടക്കുക. അതിൽ ഒരു കുടുംബത്തെ കണ്ടെത്തി ആ കുടുംബം ചിലപ്പോൾ ഒരു തൊഴിൽ കിട്ടിയാൽ, ഒരാൾക്ക് തൊഴിലുണ്ടായാൽ ഈ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മാറിപ്പോവും. അത്തരത്തിലൊരു തൊഴിൽ സൗകര്യമുണ്ടാക്കാൻ അവിടെയുള്ള തദ്ദേശഭരണ സ്ഥാപനവും അവിടെയുള്ള സ്വകാര്യ മേഖലയും സർക്കാരും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു തൊഴിലവസരം ഉണ്ടാക്കുന്നതിന് പ്രയാസം വരില്ല. ചില ആളുകൾക്ക് സാമ്പത്തിക സഹായം വേണ്ടി വരും. സർ, ആ കാര്യത്തിൽ 1 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ വികസന സഹായം ചിലപ്പോൾ നൽകേണ്ടതായി വരാം. ഇത്തരത്തിൽ 45 ലക്ഷം കുടുംബങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുമെന്നാണ് കാണുന്നത്. എല്ലാവർക്കും സാമ്പത്തിക സഹായം വേണ്ടി വരില്ല, ചിലർക്കത് വേണ്ടി വരും. എന്താണോ വേണ്ടത് അത് ചെയ്തുകൊണ്ട് അവരെ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് കരകയറ്റുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം നല്ല രീതിയിൽ ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നതും പ്രധാനമാണ്. സർ, കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് വൻപിച്ച സഹായമാണ് നമ്മുടെ പ്രവാസി സമൂഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ആ പ്രവാസികളെ സംരക്ഷിക്കുന്നതിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഏകോപിത
പ്രവാസി തൊഴിൽ പദ്ധതിക്ക് രൂപം നൽകും. സർക്കാർ പങ്കാളിത്തത്തോടെയുള്ള പ്രവാസി കമ്പനികളും സഹകരണ സംഘങ്ങളും ആരംഭിക്കുകയും ചെയ്യും. നമ്മുടെ ഉൽപ്പാദന മേഖലകളെ ശക്തിപ്പെടുത്തുന്ന നടപടി തുടരും. കാർഷിക വ്യവസായ മേഖലയിലെ വികാസവും പശ്ചാത്തല സൗകര്യ വികസനവും മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് സർക്കാരിൻ്റെ പ്രധാന ദൗത്യമായി തന്നെ ഇനിയും തുടരും. കൃഷിക്കാരുടെ വരുമാനം 50% വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഫലപ്രദമായ നടപടികളിലൂടെ ഈ കാര്യം ഉറപ്പുവരുത്തും. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതികൾ വ്യാപകമാക്കും. സർ, അതോടൊപ്പം കൊച്ചിയിൽ നിന്ന് പാലക്കാട് വഴിയുള്ള വ്യവസായ ഇടനാഴി ഇത് നല്ല രീതിയിൽ തന്നെ വികസിപ്പിച്ചെടുക്കാൻ കഴിയും. അതിൻ്റെ കൂടെ കൊച്ചിയിൽ നിന്ന് മംഗലാപുരത്തേക്കുള്ള വ്യവസായ ഇടനാഴി, തിരുവനന്തപുരം ക്യാപിറ്റൽ സിറ്റി റീജിയൻ ഡെവലപ്മെൻറ്റ് പദ്ധതി, പുതിയ തെക്ക് വടക്ക് സിൽവർ ലൈൻ റെയിൽവേ പദ്ധതി, ഇത്തരത്തിലുള്ള 4 ഭീമൻ പശ്ചാത്തല സൗകര്യ പദ്ധതികൾ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഗണ്യമായി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതോടെ കേരളത്തിലെ പശ്ചാത്തല സൗകര്യങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും മികച്ചതാകും. സർ, അതിൻ്റെ കൂടെ തന്നെ കൊച്ചി അതിവേഗതയിൽ വികാസം പ്രാപിച്ചു വരുന്നൊരു നഗരമാണ്. ആ കൊച്ചിയെ ആഗോള നഗരമായി വികസിപ്പിക്കും. കേരളത്തിൻ്റെ കരുത്ത് നവോത്ഥാന മൂല്യങ്ങളും മതനിരപേക്ഷ ചിന്തകളുമാണ്. വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും സർക്കാർ സംഘടിപ്പിക്കുക. ജാതിയുടെയോ മതത്തിൻ്റെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിലുള്ള ഒരു വിവേചനവും സർക്കാർ അംഗീകരിക്കില്ല. സമാധാനപരമായ ജീവിതം എല്ലാ പൗരന്മാർക്കും ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാരിൻ്റെ നയം. ക്രമസമാധാനം സംരക്ഷിക്കുന്ന പോലീസ് സേനയെ പ്രളയഘട്ടത്തിലും മഹാമാരിയിലും ജനകീയ സേനയുടെ രീതിയിലാക്കി മാറ്റിയെടുത്ത പ്രവർത്തനം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. കേരളം അനുഭവിച്ച എല്ലാ ദുരന്തങ്ങളിലും ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ യൂണിഫോം സർവീസിലെ അംഗങ്ങളുണ്ടായിരുന്നു. അത്തരത്തിൽ പുതിയ തലത്തിലേക്ക് വികസിച്ചതാണ് കേരളത്തിൻ്റെ പോലീസ് സംവിധാനം. വർത്തമാനകാലത്ത് സംസ്കാരത്തിൻ്റെ മേഖല മർമ്മപ്രധാനമാണെന്നാണ് സർക്കാർ കാണുന്നത്. സാംസ്കാരിക രംഗത്ത് ഇടപെട്ടുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയത്തെയും സംസ്കാരത്തെയും വർഗീയവൽക്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ മതനിരപേക്ഷത ഊട്ടിയുറപ്പിക്കുന്ന വിധം ആ മേഖലയിൽ ഇടപെടുക എന്നത് പ്രധാനമാണെന്ന് സർക്കാർ കാണുന്നു. ഭാഷയും സംസ്കാരവും സംരക്ഷിക്കുക എന്നത് മതനിരപേക്ഷതയുടെ അടിസ്ഥാന ഘടകമായാണ് സർക്കാർ കാണുന്നത്. സർ, അടിസ്ഥാന മേഖലകളുടെ വികസനം ശക്തിപ്പെടുത്താനും പശ്ചാത്തല സൗകര്യ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കഴിഞ്ഞ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൂടി ഊന്നൽ നൽകിക്കൊണ്ടായിരിക്കും ഈ സർക്കാർ പ്രവർത്തിക്കുക. അതോടൊപ്പം തന്നെ ക്ഷേമപ്രവർത്തനങ്ങൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കും ഊന്നൽ നൽകുന്ന സമീപനം മുന്നോട്ട് വെക്കുന്നതാണ് സർക്കാരിൻ്റെ നയം എന്നത് ഇതിനകം വ്യക്തമായതാണ്. സർ, അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ചില പ്രസ്താവനകൾ ഇവിടെ വന്നത് എന്നാണ്
കാണേണ്ടത്. സർ, ഈ വരുന്ന 5 വർഷം കൊണ്ട് കേരളത്തിലെ വ്യവസായ മേഖലയിൽ 10,000 കോടി രൂപയുടെ നിക്ഷേപം കൊണ്ടുവരാനാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ ഹബ്ബുകളിലൊന്നായി കേരളത്തെ മാറ്റാനും സർക്കാർ ഉദ്ദേശിക്കുകയാണ്. നാളികേര സംഭരണവും സംസ്കരണവും നമ്മുടെ നാടിൻ്റെ കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. ആ കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ സഹകരണ മേഖലയെ ഉപയോഗപ്പെടുത്തും. ഇവിടെ ചെറുകിട സൂക്ഷ്മ ഇടത്തരം വ്യവസായ മേഖലയിൽ 1.5 ലക്ഷം സംരംഭകരെ കൂടി കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കും. ഈ മേഖലയിൽ 6 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സർ, മുഴുവൻ പട്ടികജാതി കുടുംബങ്ങൾക്കും പാർപ്പിടം ഉറപ്പുവരുത്തും. സർ, അടുത്ത വർഷം 1.5 ലക്ഷം വീടുകൾ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഭൂരഹിതർക്ക് കിടപ്പാടം നൽകുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണത്. ഇതിൽ മൊത്തം 5 ലക്ഷം വീടുകൾ 5 വർഷം കൊണ്ട് പണി തീർക്കും. ലൈഫ് മിഷൻ്റെ ഭാഗമായുള്ള വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ച എന്ന നിലക്കാണ് ഈ പദ്ധതി നടപ്പാക്കുക. സർ, അതേപോലെ തന്നെ മുഴുവൻ ആദിവാസി കുടുംബങ്ങൾക്കും പാർപ്പിടം ഉറപ്പുവരുത്തും. ബഡ് സ്കൂളുകൾ ജനസംഖ്യാനുപാതികമായി നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരും. വയോജനങ്ങൾക്ക് പ്രത്യേകം പദ്ധതി ആവിഷ്കരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. സർ, നേരത്തെ ഞാൻ പറയുമ്പോൾ വിട്ടുപോയതാണ്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സെൻറ്റർ ഓഫ് എക്സലൻസ്, മികവിൻ്റെ കേന്ദ്രങ്ങൾ, അത് 30 എണ്ണം യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കേരളത്തിൽ സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അഫിലിയേറ്റഡ് കോളേജുകളിലെ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തും. കൂടുതൽ കോഴ്സുകൾ അനുവദിക്കും. സർ, അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വലിയൊരു പരിമിതിയായിട്ട് വരുന്ന പ്രശ്നമാണ് ഈ മികച്ച കളിക്കളങ്ങളില്ല എന്നുള്ളത്. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളില്ലാത്തത്. എല്ലാ പഞ്ചായത്തുകളിലും നഗരങ്ങളിലും മികച്ച കളിക്കളങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. അതോടൊപ്പം ഒട്ടേറെ നാടൻ കലകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ നാടൻ കലകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തും. പശ്ചാത്തല സൗകര്യ പ്രവൃത്തികളുടെ ഭാഗമായി 60,000 കോടി രൂപയുടെ പദ്ധതികളാണ് പൂർത്തീകരിക്കുക ഈ 5 വർഷം. ട്രാൻസ്കിറ്റ് പദ്ധതിയുടെ പൂർത്തീകരണം 10,000 കോടി രൂപയുടേതാണ്. അത് ഈ 5 വർഷം കൊണ്ട് നടക്കും. സർ, അതോടൊപ്പം നമ്മുടെ തെക്ക് വടക്ക് ജലപാതയുടെ പൂർത്തീകരണം, അതിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ആ ഭാഗത്ത് ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സർ, അതേപോലെ തിരുവനന്തപുരം, കോഴിക്കോട് ഈ 2 സ്ഥലത്തും ലൈറ്റ് മെട്രോ ആരംഭിക്കുന്ന നടപടി സ്വീകരിക്കും. പ്രഖ്യാപിച്ച പാക്കേജുകളുണ്ട്. തീരദേശ പാക്കേജുണ്ട്, വയനാട് പാക്കേജുണ്ട്, ഇടുക്കി പാക്കേജുണ്ട്, കുട്ടനാട് പാക്കേജുണ്ട്. ഈ പാക്കേജുകളെല്ലാം സമയബന്ധിതമായി നടപ്പിലാക്കും. കിഫ്ബിയുടെ കാര്യത്തിൽ ചിലർക്കെല്ലാം വല്ലാത്തൊരു അസഹ്യത വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് പറയാണ്, നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണത്. കിഫ്ബിയെ നല്ല രീതിയിൽ തന്നെ സംരക്ഷിക്കും. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ നാടിൻ്റെ ശുചിത്വം. കുറേ പുരോഗതി നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാടിന് വേണ്ട രീതിയിലുള്ള ആ ശുചിത്വ ബോധം, അതിൻ്റെ ഭാഗമായിട്ടുള്ള ശുചിത്വം വന്നു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് പൂർണ്ണമായി ശുചിത്വ പ്രദേശമാക്കുക, അത് നഗരങ്ങളായാലും ഗ്രാമങ്ങളായാലും എല്ലാം അതിനനുസരിച്ചിട്ടുള്ള നടപടികളിലേക്ക് കടക്കും.
സർ, അതോടൊപ്പം 30 ലക്ഷം കുടുംബങ്ങൾക്ക് കുടിവെള്ളം നേരിട്ടെത്തിക്കുന്ന പരിപാടി അത് ഈ ഘട്ടത്തിൽ നടപ്പാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് നമ്മുടെ വീട്ടമ്മമാരെ കണ്ടുകൊണ്ടുള്ള പരിപാടി. അവർക്ക് പെൻഷൻ നൽകുക എന്നത് അതും ഈ ഘട്ടത്തിൽ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സർ, ഈ രാജ്യത്ത് മിനിമം കൂലി 700 രൂപയാണ്. നാം അത് 700 രൂപയാക്കി വർദ്ധിപ്പിക്കും. ശിശു സൗഹൃദ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കും. GST കൂടുതൽ വ്യാപാരി സൗഹൃദമാക്കാൻ കഴിയുന്നത് എങ്ങനെയെന്നത് പരിശോധിക്കും. നമ്മുടെ നാട്ടിൽ ഒരാളും പട്ടിണി കിടക്കാൻ ഇടവരരുത്. ആരും പട്ടിണി കിടക്കാത്ത ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റും. ഇവിടെ വലിയൊരു ദൗർഭാഗ്യകരമായ അവസ്ഥ വരുന്നുണ്ട്. നമ്മളൊരു ഭാഗത്ത് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നു, ലൈഫ് മിഷൻ അടക്കമുള്ള പദ്ധതികൾ. എന്നാൽ വേറൊരു ഭാഗത്ത് ഒരു കൂട്ടം നിസ്സഹായർ ഈ ഉള്ള വീട്ടിൽ നിന്ന് ഇറക്കി വിടപ്പെടുന്നുണ്ട്. അപ്പോൾ അവരെ സംരക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നിയമപരമായ നടപടികളിലേക്കൊന്നും നമ്മൾ അതിന് തടസ്സമായിട്ടൊന്നും നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു കൂട്ടർ വീട്ടിൽ താമസിക്കുന്നവർ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ടെങ്കിൽ അവർക്ക് മിനിമം താമസ സൗകര്യം ഒരുക്കണം. ആ ഇറക്കി വിടുന്നവരെ ആ താമസ സൗകര്യം ഒരുക്കണം. അതിനുതകുന്നൊരു നിയമനിർമ്മാണം നടത്താൻ വേണ്ടി നടപടി സ്വീകരിക്കും. സാമൂഹ്യ പെൻഷനുകൾ 2500 രൂപയാക്കും. സർ, അഴിമതിയോട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. കഴിഞ്ഞ സർക്കാർ കൃത്യമായി നടപ്പാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണത്. ഒരു തരത്തിലുള്ള അഴിമതിയും വെച്ച് ഉറപ്പിക്കില്ല. അപ്പോൾ പൂർണ്ണമായി അഴിമതി നിർമ്മാർജ്ജനം ചെയ്യും. സോഷ്യൽ പോലീസിംഗ് ശക്തിപ്പെടുത്തും. സർ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ സംസ്ഥാനത്തെ 1ാം സ്ഥാനത്ത് എത്തിക്കേണ്ടതായിട്ടുണ്ട്. ആ 1ാം സ്ഥാനത്ത് എത്തിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. സംസ്ഥാന സർക്കാർ സർവീസിലെ ഒഴിവുകൾ പൂർണ്ണമായും സമയബന്ധിതമായും റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമൊരുക്കും. ഈ വാഹന നയം അത് ആവിഷ്കരിച്ച് നടപ്പാക്കും. സർ, ശബരി റെയിൽ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടികളിലേക്ക് കടക്കും. തലശ്ശേരി, മൈസൂർ, നിലമ്പൂർ, നഞ്ചങ്കോട് റെയിൽവേ ലൈനുകളുടെ നിർമ്മാണം അത് കേന്ദ്ര ഗവൺമെൻറ് കൂടി സഹായം ആവശ്യമാണ്. അതിൻ്റെ ഭാഗത്തുള്ള നടപടികൾ സ്വീകരിക്കും. ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ചില ബഹുമാനരായ അംഗങ്ങൾ സംസാരിക്കുമ്പോൾ അവർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, അപ്പുറത്തുനിന്നൊരു സംസാരം വന്നു, മൃദു ഹിന്ദുത്വം ആർക്കാണ്, അത് സഭയിൽ തലയെണ്ണി നോക്കിയാൽ അറിയാം എന്നൊരു നേതാവിൻ്റെ വാദം കേൾക്കാനിടയായി. സർ, എന്താണ് അതിൻ്റെ ദുസ്സൂചന? വ്യക്തമാണല്ലോ. ഈ LDF നിരയിലുള്ള ഒരു മതവിഭാഗത്തിൻ്റെ കൂടുതൽ എണ്ണമായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അത് മൃദു ഹിന്ദുത്വ രാഷ്ട്രീയ നിലപാട് മൂലം ഉണ്ടായതാണ് എന്ന് വരുത്താനാണല്ലോ ശ്രമിക്കുന്നത്. ഇത്തരത്തിലാണോ ഒരു പ്രചരണം നടത്തേണ്ടത്? ശരിക്കിതാണ് വർഗീയതയുടെ ഭാഗമായിട്ടുള്ള പ്രചരണം. മനസ്സിലാക്കേണ്ട കാര്യം, ഈ വഴി നിങ്ങളെ ഒരിടത്തും കൊണ്ട് എത്തിക്കില്ല എന്നുള്ളതാണ്. തിരഞ്ഞെടുക്കപ്പെട്ട് നിയമസഭയിലെത്തിയ ജനപ്രതിനിധികളെ ജാതിയും മതവും വേർതിരിച്ച് കാണുന്നത് എന്തൊരു മതേതരത്വമാണ്? ഇതാണോ നെഹ്റു പഠിപ്പിച്ച മതേതരത്വം?
ഇതാണോ ഗാന്ധിജി പഠിപ്പിച്ച സർവധർമ്മ സമഭാവന? ഇതിലൊന്നേ ഉള്ളൂ, സത്യം കാണാൻ കൂട്ടാക്കില്ല, തെറ്റ് തിരുത്താൻ തയ്യാറില്ല, വികലമായി ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ആർക്കും രക്ഷിക്കാനാവില്ല, കാലത്തിന് പോലും രക്ഷിക്കാനാവില്ല എന്നത് നിങ്ങൾ കാണുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തൊരു ആത്മവിശ്വാസമായിരുന്നു നിങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ഏതെല്ലാം പ്രചരണങ്ങളായിരുന്നു, എന്തൊക്കെയായിരുന്നു, എന്താ ധരിച്ചത്? ഈ പറയുന്ന തരത്തിലൊരു പടയെ ഒരുക്കിയാൽ ആ പട ഏതൊക്കെയാണ് ആയിരുന്നെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങളെ സഹായിക്കാൻ ബി ജെ പിയും ബി ജെ പിയുടെ ശ്രമത്തിലൂടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും എല്ലാം കൂടിയായിരുന്നല്ലോ. രാവിലെ ബി ജെ പി നേതാവ് പറയുന്നു, വൈകുന്നേരം നിങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ രാവിലെ നിങ്ങൾ പറയുന്നു, വൈകുന്നേരം ബി ജെ പി നേതാവ് പറയുന്നു. ഇങ്ങനെ ഒരേ കാര്യമായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നിങ്ങളെ എവിടെ എത്തിച്ചു? ഗവൺമെൻറ് വന്നാലുള്ള മറ്റൊരുക്കങ്ങളിലേക്കടക്കം കടക്കാൻ നിങ്ങൾ തയ്യാറായല്ലോ. ഒരു ആത്മവിശ്വാസത്തിൻ്റെ അങ്ങേയറ്റത്തല്ലേ നിങ്ങൾ എത്തിയിരുന്നത്. നാടിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയുള്ള ഒരു നിലപാടായിരുന്നല്ലോ അത്. സർ, ഇത് എങ്ങനെയാണ് ഇത്തരമൊരു ആത്മവിശ്വാസം വന്നത്? യു ഡി എഫിൻ്റെ നില വെച്ചാൽ യു ഡി എഫും എൽ ഡി എഫും രണ്ട് മുന്നണികൾ എന്ന നില വെച്ചാൽ ആ ഘട്ടത്തിൽ ഏതൊരു നിഷ്പക്ഷമതിയും സമ്മതിക്കുന്ന കാര്യമാണല്ലോ എൽ ഡി എഫാണ് മുന്നിലുള്ളത്. അത് മറന്നുകൊണ്ട് ആ വസ്തുതയെ നിരാകരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത്തരമൊരു നിലപാടിലേക്ക് നിങ്ങൾക്കെത്താൻ കഴിഞ്ഞത്? സർ, അതിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് പുറത്തു നിന്ന് സഹായം കിട്ടുമെന്ന് നിങ്ങൾ കരുതി. അതിന് നല്ല ഉറപ്പായ വിശ്വാസം ഉണ്ടായിരുന്നു. അത് പ്രചരണ രീതി പരിശോധിച്ചാൽ മതി. സർ, ഇപ്പോൾ നേരത്തെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ പറഞ്ഞില്ലേ, ഞങ്ങൾ രാജ്യത്ത് ബി ജെ പിയെ ശക്തമായി നേരിടുന്ന പാർട്ടി കോൺഗ്രസ് ആണെന്ന് പറഞ്ഞല്ലോ. രാജ്യത്ത് ബി ജെ പിയെ നേരിടുന്ന പാർട്ടി ഇവിടെ ബി ജെ പിക്കെതിരായി അക്ഷരം സംസാരിച്ചു. എന്തുകൊണ്ടാണ് സാർ അത് സാധിക്കാതിരുന്നത്? ഒരു വലിയ തെരഞ്ഞെടുപ്പ് നേരിടുകയല്ലേ. ബി ജെ പിയും ഇവിടെ സീറ്റ് പിടിക്കും, 45 സീറ്റ് കൊണ്ട് ഭരിക്കും എന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയെല്ലാമുള്ള അവകാശവാദം പുറപ്പെടുവിക്കുമ്പോൾ ആ ബി ജെ പിക്കെതിരെ അക്ഷരം സംസാരിക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ട്? ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇത്തരം ഘട്ടത്തിലൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിക്കുന്ന ഒരു പാർട്ടിയെയോ യു ഡി എഫിനെയോ നമ്മൾ കണ്ടോ? എന്തുകൊണ്ടാണത് കഴിയാതിരുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിക്കേണ്ട ഒരുപാട് ഘട്ടങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടായല്ലോ. എന്തുകൊണ്ടാണ് മൗനം പാലിച്ചത്? നിങ്ങൾ വലിയ വിശ്വാസം കേന്ദ്ര ഏജൻസികളിലാണല്ലോ അർപ്പിച്ചത്. അപ്പോൾ ആ കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി സംസ്ഥാന സർക്കാരിനെ തന്നെ അട്ടിമറിക്കാം, ഇതായിരുന്നല്ലോ കണക്കൂട്ടൽ. സർ, അത്തരം കാര്യങ്ങൾക്ക് വലിയ തോതിൽ ഓശാന പാടുന്ന സ്ഥിതിയല്ലേ യു ഡി എഫ് സ്വീകരിച്ചത്? സർ, അപ്പോൾ ബി ജെ പിക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ഒരു കാര്യവും സംസാരിക്കാതിരിക്കുക. ഇതിൻ്റെ ഭാഗമായി ഒരു യു ഡി എഫ് ബി ജെ പി സഖ്യത്തിനുള്ള
രാഷ്ട്രീയ പശ്ചാത്തലം നേരത്തെ തന്നെ കോൺഗ്രസ് ഒരുക്കി വെക്കുന്നുണ്ടായിരുന്നു. യു ഡി എഫും ഒരുക്കുകയായിരുന്നു. കോൺഗ്രസ് മാത്രമല്ല, യു ഡി എഫ് തന്നെ അതിൻ്റെ ഭാഗമായിരുന്നു. ഇവിടെ വന്നൊരു വാദഗതി, രാജ്യത്ത് ബി ജെ പി ആണ് മുഖ്യ ശത്രുവെങ്കിലും കേരളത്തിൽ ഇടതുപക്ഷമാണ് മുഖ്യ ശത്രു. അത്തരത്തിലുള്ള പ്രചരണങ്ങൾ പോലും തങ്ങളുടെ അണികളിൽ പ്രചരിപ്പിക്കാൻ തയ്യാറാവുകയായിരുന്നു. അതോടൊപ്പം ഇടതുപക്ഷ നേതാക്കൾക്ക് നേരെ വ്യക്തിപരമായ ആക്രമണങ്ങൾ, വ്യക്തിഹത്യ നടത്താനുള്ള ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ, അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടല്ലേ പോയത്. സർ, ഇവിടെ പ്രതിപക്ഷ നേതാവ് നേരത്തെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം കൃത്യമായി പറയുകയുണ്ടായി. അത് എന്തിനാണ് നാം സൗഹൃദം കളയുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ തന്നെ വാചകമാണ്, എന്തിനാണ് നാം സൗഹൃദം കളയുന്നത്? അത് സൗഹൃദപരമായ നിലപാടല്ലേ വേണ്ടത്? ശരിയാണ്. അത് ഞങ്ങളോട് പറഞ്ഞതല്ല എന്നാണ് തോന്നുന്നത്. അപ്പുറത്ത് പറയാൻ പാടില്ലാത്ത ഒരുപാട് വാക്കുകളും വാചകങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നവരുണ്ടല്ലോ, അവരോട് പറഞ്ഞതായിരിക്കും അത്. അതായിരുന്നില്ലേ നമ്മുടെ അനുഭവം? എത്ര ഹീനമായ, നിന്ദ്യമായ ആക്രമണ രീതിയായിരുന്നു സ്വീകരിച്ചത്. ഇവിടെ ഇടതുപക്ഷ നേതാക്കൾക്ക് നേരെ നിങ്ങൾ രണ്ടു കൂട്ടരും ഒന്നിച്ചല്ലേ ആക്രമണം നടത്തിയത്? യു ഡി എഫും ബി ജെ പിയും ഒന്നിച്ചു നിന്നുകൊണ്ടല്ലേ ആക്രമണം നടത്തിയത്? ഇതിനെ ഇടതുപക്ഷത്തിനെതിരെ ഒരു മഹാസഖ്യം എന്നൊരു പ്രതീതിയല്ലേ നിങ്ങൾ സൃഷ്ടിച്ചത്? അതിൽ മഹാവിപ്ലവകാരികളെന്ന് അവകാശപ്പെടുന്നവരും യു ഡി എഫിനെ സംരക്ഷിക്കാനുള്ള പുതിയ സിദ്ധാന്തങ്ങളുമായി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടില്ലേ? അപ്പോൾ ബി ജെ പിയുടെ വോട്ട്, പിന്നെ മഹാവിപ്ലവ സിദ്ധാന്തക്കാരുടെ വോട്ട്, ഇതെല്ലാം കൂടി ഒന്നായി വന്നാൽ നിഷ്പ്രയാസം തങ്ങൾ കയറിയിരിക്കും എന്നാണ് കണക്കാക്കിയത്. അങ്ങനെ ജയിച്ചു വരാൻ കഴിയുമെന്നാണ് കണക്കാക്കിയത്. സർ, വോട്ടെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ വ്യക്തമായൊരു കാര്യമുണ്ട്. ഈ ബി ജെ പിയുടെ വോട്ടുകൾ വലിയ തോതിൽ മറഞ്ഞില്ലായിരുന്നുവെങ്കിൽ യു ഡി എഫിൻ്റെ ഇപ്പോൾ കാണുന്ന അംഗസംഖ്യയില്ലേ, അത് ഇതിനേക്കാളും മോശമായ, വളരെ പരിതാപകരമായ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. പ്രതിപക്ഷ ബെഞ്ചിലിരിക്കുന്ന പലരും ആ കസേരയിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് വസ്തുത. സർ, സംസ്ഥാനത്ത് 140 മണ്ഡലങ്ങൾ, അതിൽ സ്ഥാനാർത്ഥികളുണ്ടായിരുന്ന 90 മണ്ഡലങ്ങളിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഞാൻ വരുന്നുണ്ട്, കണക്ക് വരുന്നുണ്ട്, ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ തിരക്കൂട്ടണ്ട. അത് പറയാൻ തന്നെയാണല്ലോ ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ടുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടും വോട്ടുകൾ കുറഞ്ഞു. അത് കാണുമ്പോൾ പുറമേ കാണുന്നതിനേക്കാൾ വലിയ വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ ചില വോട്ടൊക്കെ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുമല്ലോ, അത് കാണുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന വോട്ടും കാണുന്നില്ല. സർ, ചില സീറ്റുകളിൽ ഇതിൻ്റെ ഭാഗമായി വിജയം നേടാനും പല മണ്ഡലങ്ങളിലും എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം കുറക്കാനും യു ഡി എഫിന് ഇതിലൂടെ കഴിഞ്ഞു വന്നത് വസ്തുതയാണ്. സർ, ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞ മണ്ഡലങ്ങളെടുത്താൽ ഇപ്പോൾ കാസർഗോഡ് 2 മണ്ഡലത്തിൽ കുറഞ്ഞു, കണ്ണൂർ 5 മണ്ഡലത്തിൽ കുറഞ്ഞു, വയനാട് 2 മണ്ഡലത്തിൽ കുറഞ്ഞു,
കോഴിക്കോട് 9 മണ്ഡലത്തിൽ, മലപ്പുറത്ത് 10 മണ്ഡലത്തിൽ, പാലക്കാട് 5 മണ്ഡലത്തിൽ, തൃശ്ശൂർ 7 മണ്ഡലത്തിൽ, എറണാകുളം 12 മണ്ഡലത്തിൽ, ഇടുക്കി 4 മണ്ഡലത്തിൽ, ആലപ്പുഴ 6 മണ്ഡലത്തിൽ, കോട്ടയം 9 മണ്ഡലത്തിൽ, പത്തനംതിട്ട 4 മണ്ഡലത്തിൽ, കൊല്ലം 5 മണ്ഡലത്തിൽ, തിരുവനന്തപുരം 10 മണ്ഡലത്തിൽ. ഇതാണ് ആകെയുള്ള 90. സർ, 2016 തെരഞ്ഞെടുപ്പിൽ BJPക്ക് 30,20,670 വോട്ടായിരുന്നു ലഭിച്ചത്. ഇത്തവണ അത് 25,94,567 വോട്ടായി കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ 4,26,103 വോട്ടിൻ്റെ കുറവ് ഉണ്ടായി. വോട്ട് കുറഞ്ഞതിൻ്റെ എണ്ണം ജില്ല തിരിച്ച് വേണമെങ്കിൽ പരിശോധിക്കാൻ നമുക്ക്. കേരളത്തിലെ 14 ജില്ലകളിൽ 12ലും BJPയുടെ വോട്ട് കുറയുകയാണ് ചെയ്തത്. ഒന്നിച്ചു നിന്ന് LDF സർക്കാരിനെ എതിർക്കാൻ നേതൃത്വം നൽകിയവരുടെ വോട്ടുകൾ പരസ്പരം നൽകിയിട്ടുണ്ടാകുമെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമല്ലേ. സർ, കണ്ണൂർ ഈ താരതമ്യം 2016-2021 എടുത്താൽ 24,541 വോട്ടിൻ്റെ കുറവ്, കോഴിക്കോട് 15,574, വയനാട് 14,635, മലപ്പുറം 22,810, തൃശ്ശൂർ 43,732, എറണാകുളം 74,248, ഇടുക്കി 54,589, കോട്ടയം 86,215, ആലപ്പുഴ 42,355, പത്തനംതിട്ട 12,048, കൊല്ലം 12,338, തിരുവനന്തപുരം 44,453. സർ, ഇവിടെ നേരത്തെ സംസാരിക്കുമ്പോൾ UDFൻ്റെ വോട്ട് വലുതായി കുറഞ്ഞില്ല എന്ന് ചിലർ പറയുന്നത് കിട്ടും. BJPയുടെ കുറഞ്ഞ 4,26,103 വോട്ടുകൾ കൂടി UDFൻ്റെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടാകും എന്നതാണ് നാം അനുമാനിക്കേണ്ടത്. ഇങ്ങനെ വോട്ട് മറിച്ചതിൻ്റെ ഫലമായി 10ഓളം സീറ്റുകളിൽ UDFന് വിജയമുണ്ടായി എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതില്ലായിരുന്നുവെങ്കിൽ UDFൻ്റെ പതനം ഏറെ വലുതാകുമായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 94,34,413 വോട്ട് LDFന് ലഭിച്ചു. UDFന് 82,08,382 വോട്ടും ലഭിച്ചു. അതായത് LDFന് UDFനേക്കാൾ 12,26,031 വോട്ട് കൂടുതൽ ലഭിച്ചു. സർ, 2016 നിയമസഭയിൽ LDFന് 43.35, 2021 നിയമസഭയിൽ 45.2. ഇതാണ് LDFൻ്റെത്. UDFന് 38.79 2016, 2021 39.4, BJPക്ക് 15.01, 2021 12.4. അപ്പോൾ BJPയുടെ വോട്ടിംഗ് ശതമാനത്തിൽ 2.61% കുറവ് കാണുന്നുണ്ട്. ഈ വോട്ട് കച്ചവടത്തിൻ്റെ ഭാഗമായി സ്വാഭാവികമായും UDFന് പോയതാണെന്ന് അനുമാനിക്കാമല്ലോ. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഞാൻ വരാം, കണക്കിലേക്ക് വരുന്നുണ്ട്. അങ്ങ് പറയുന്ന കണക്കനുസരിച്ച് അങ്ങ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് BJPയുടെ വോട്ട് കിട്ടിയെന്ന്. പക്ഷെ അങ്ങയുടെ കണക്കുകൾ വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നത് കൂടുതൽ വോട്ടുകൾ മുഴുവൻ BJPയിലേക്ക് പോയെന്നാണ്. അങ്ങേ ഈ കണക്ക് ദയവ് ചെയ്ത് അങ്ങേ പോലെ ഒരാൾ അവതരിപ്പിക്കരുത്. അങ്ങ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ വാദം തന്നെ പൊളിയുന്ന രീതിയിലാണ് കണക്ക് പോകുന്നത്, യഥാർത്ഥത്തിൽ കണക്ക് പോകുന്നത്. ഇത് കണക്കറിയാവുന്നവർ നോക്കിക്കഴിഞ്ഞാൽ ഈ കണക്കനുസരിച്ചിട്ട്
ഞങ്ങൾക്ക് 1% വോട്ടാണ് കൂടിയത്. BJPയുടെ എത്ര ശതമാനം വോട്ട് കുറഞ്ഞു? ആ വോട്ട് മുഴുവൻ നിങ്ങൾക്കാണ് കിട്ടിയിരിക്കുന്നത്. എന്താണ് സംശയം? ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് 1% വോട്ട് കിട്ടിയത്. നിങ്ങൾക്ക് എത്ര കിട്ടി? അതായത് ഇതിന് വേറെ ഇതിൻ്റെ ഭാഗമായി കാണേണ്ടത് ഇവിടെ BJPയുടെ വോട്ട് ലഭിച്ചിട്ടും 10 മണ്ഡലങ്ങളെ ജയിക്കാനായുള്ളൂ. പക്ഷേ മറ്റ് മണ്ഡലങ്ങളിൽ LDFൻ്റെ ഭൂരിപക്ഷം കുറക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇതെല്ലാം ഉണ്ടായിട്ടും അതിനെ മറികടന്ന് LDF ജയിച്ചു വന്നു എന്നുള്ളതാണ് വസ്തുത. മറ്റേ കണക്ക് ഞാൻ പറയാം. അപ്പോൾ BJPയുടെ വോട്ടിൻ്റെ ബലത്തിൽ UDF വിജയിച്ച ചില മണ്ഡലങ്ങൾ അത് ഓർക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ആ കണക്ക് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സുൽത്താൻ ബത്തേരി BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 12,722 വോട്ടുകൾ കുറഞ്ഞു. UDF വിജയിച്ചത് 11,822 വോട്ടിന്. പെരുമ്പാവൂര് UDF വിജയിച്ചത് 2,889 വോട്ടിന്. BJPക്ക് കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ 4,596 വോട്ടുകൾ കുറഞ്ഞു. കുണ്ടറ അല്ല, കണക്ക് കേൾക്ക്. കുണ്ടറ മണ്ഡലത്തിൽ 4,423 വോട്ടുകൾക്കാണ് UDF വിജയിച്ചത്. അവിടെ BJPയുടെ 14,157 വോട്ടുകളാണ് കുറഞ്ഞത്. സർ, 5 വർഷം മുൻപുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുമായിട്ടാണ് ഈ താരതമ്യം, മറ്റൊന്നല്ല. ചാലക്കുടിയിൽ 1,057 വോട്ടുകൾക്കാണ് UDF വിജയിച്ചത്. അവിടെ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 8,928 വോട്ടാണ് കുറഞ്ഞത്. കോവളം 11,000 സർ, കണക്ക് അവർക്ക് ലേശം പ്രയാസം ഉണ്ടാക്കുന്നതാണ്, അതെനിക്കറിയാം. പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സർ, കോവളം 11,562 വോട്ടുകൾക്കാണ് UDF വിജയിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 12,323 വോട്ടുകൾ BJPക്ക് ഈ മണ്ഡലത്തിൽ കുറവ്. ഇതാണ്, എല്ലാം കണക്കാണ്. കടുത്തുരുത്തി BJP വോട്ടുകളിൽ 5,866 വോട്ടുകളുടെ കുറവാണ്. ഇവിടെയാണ് 4,256 വോട്ടുകൾക്ക് UDF വിജയിച്ചത്. സർ, അപ്പോൾ 5 വർഷം മുൻപുള്ള വോട്ടല്ലാലോ, അതിൻ്റെ കൂടെ ഈ 5 വർഷത്തെ കണക്കിൽ ലേശം വോട്ട് അവർക്ക് വർദ്ധിപ്പിക്കാനായിരിക്കും അവർ ശ്രമിച്ചിട്ടുണ്ടാവുക. അപ്പോൾ സാധാരണ നിലക്ക് ഇതിനേക്കാളും കൂടുതൽ കുറവ് വന്നിട്ടുണ്ടാകുമെന്നാണ് അനുമാനിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഇതിൻ്റെ കൂടെ BJP വോട്ടുകൾ UDFന് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ വലിയ തോതിലുള്ള പതനത്തിലേക്ക് UDF എത്തുമായിരുന്നു എന്നാണ്. വലിയ തോതിൽ വോട്ട് മറിച്ചിട്ടും LDF വിജയിച്ച മണ്ഡലങ്ങൾ ഏറെയുണ്ട്. അത് എല്ലാറ്റിൻ്റെയും ഉദാഹരണം ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ തവനൂര്, അവിടെ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 5,887 വോട്ട് കുറവുണ്ട്. പക്ഷേ 2,564 വോട്ടിനാണ് LDF സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചത്. സർ, കുറ്റ്യാടിയിൽ BJPയുടെ വോട്ടിൽ 3,188 വോട്ടുകളുടെ കുറവുണ്ട്. എന്നിട്ടും LDF സ്ഥാനാർത്ഥി 333 വോട്ടിന് ജയിച്ചു. സർ, കൊയിലാണ്ടിയിൽ നിങ്ങളുടെ ഭാഗത്തേക്ക് വോട്ട് വന്നിട്ടും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞ മണ്ഡലത്തിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. കൊയിലാണ്ടിയിൽ 4,532 വോട്ടുകളുടെ കുറവ്. കൊയിലാണ്ടിയിൽ നിന്ന് ജയിച്ചു വന്ന ബഹുമാന്യായ അംഗം ഇവിടെ പറയുന്നത് കേട്ടില്ലേ? എന്തെല്ലാമായിരുന്നു അവിടെ പ്രയോഗിച്ചിരുന്നത്, ഏതെല്ലാം തരത്തിലുള്ള അവിശുദ്ധ ബന്ധങ്ങളായിരുന്നു. അവിടെ 4,532 വോട്ടിൻ്റെ കുറവ്. അവിടെ 8,472 വോട്ടിന് LDF വിജയിച്ചു. ഇതാണ് കാണേണ്ടത്. വാമനപുരത്ത് 8,353 വോട്ടുകളുടെ കുറവാണ് BJP. അതിനെയും മറികടന്നാണ്
LDF വിജയിച്ചത്. ഇങ്ങനെ നിരവധി മണ്ഡലത്തിൽ BJP വോട്ട് മറിച്ചു കൊടുത്തു. അതുവഴിയെല്ലാം തങ്ങൾ ജയിച്ചു വരാൻ പോകുന്നു എന്നാണ് കണക്കാക്കിയത്. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് LDFന് ജയിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ആദ്യത്തെ കണക്കൂട്ടൽ തെറ്റിപ്പോയത്. സർ, കേരളത്തിലെ കോൺഗ്രസും BJPയും തമ്മിലുള്ള കൂട്ടുകെട്ടിന് ദീർഘനാളത്തെ ചരിത്രമുണ്ട്. അത് നമ്മൾ സാധാരണ പറയാറില്ലേ, പഴയ വടകരയും ബേപ്പൂരും ഒക്കെ അന്നേ തുടങ്ങിയത് പിന്നെ കണ്ടത് എല്ലാം നമുക്ക് ഓർമ്മയുള്ള കാര്യമാണ്. എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് മറിച്ചു കൊടുക്കുക എന്നൊരു ശൈലി BJP സ്വീകരിക്കാറുണ്ട്. ഞങ്ങളോടുള്ള ശത്രുതയുടെ ഭാഗമായി അത് നല്ലതുപോലെ ഉപയോഗിച്ച് അങ്ങനെ ജയിച്ചു വരാനാണ് കോൺഗ്രസും UDFും എല്ലാ കാലത്തും ശ്രമിച്ചു വന്നിട്ടുള്ളത്. സർ, BJPയുമായുള്ള ഈ കൂട്ടുകെട്ടിലൂടെ വിജയം നേടാമെന്ന പ്രതീക്ഷയാണ് UDFനുണ്ടായിരുന്നത്. എന്നാൽ സെക്കുലർ ചിന്താഗതിയുള്ളവരും നാടിൻ്റെ വികസന കാര്യത്തിൽ താല്പര്യമുള്ളവരും LDFനെ പിന്തുണക്കാൻ തയ്യാറായതോടെ UDFൻ്റെ സ്വപ്നം തകർന്നുപോയി. നാട്ടിൽ വികസനം നടത്തിയതിൻ്റെയും മതനിരപേക്ഷത സംരക്ഷിക്കുന്നതും LDF സ്വീകരിച്ച ശക്തമായ നിലപാട്, ഇതാണ് വിജയത്തിന് അടിസ്ഥാനമായി തീർന്നത്. സർ, ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അത് വിവാദങ്ങളിൽ അഭിരമിക്കുന്നതിൽ പ്രതിപക്ഷവും പല മാധ്യമങ്ങളും താല്പര്യം കാണിച്ചു. ആ താല്പര്യമാണ് ജനഹിതം എന്നാണ് അവർ സ്വയം വിലയിരുത്തിയത്. വിജയമെന്ന സ്വപ്നവും കണ്ട് നിങ്ങൾ നടക്കുന്ന നിലയാണുണ്ടായത്. ഒപ്പം ഒന്നായി നിൽക്കേണ്ട ജനതയെ ഭിന്നിപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങളും പയറ്റിയതോടെ തങ്ങളെ വെല്ലാൻ ആരുമില്ല എന്നാണ് കരുതിയത്. നാടിനെ സ്നേഹിക്കുന്ന ജനത, അനുഭവങ്ങളുടെ ജനത നിങ്ങളുടെ തന്ത്രങ്ങളെയും മനക്കോട്ടകളെയും അതിജീവിച്ച് മുന്നേറി. ആ ജനതയുടെ മുന്നേറ്റമാണ് ഈ വിജയത്തിന് അടിസ്ഥാനമായി തീർന്നത്. ജനങ്ങളുടെ കരുത്തിനെ ഒരിക്കലും ചുരുക്കിക്കാണരുത്. സർ, അവരുടെ കരുത്താണ് ഈ നാടിൻ്റെ കരുത്ത് എന്നത് വിസ്മരിക്കരുത്. സർ, ഒരു ഭാഗത്ത് BJPയെ തലോടുമ്പോഴും മതനിരപേക്ഷ ശക്തിയുടെ വോട്ട് നേടുന്നതിന് പുതിയ തന്ത്രങ്ങൾ മുന്നോട്ട് വെക്കാൻ നിങ്ങൾ ശ്രമിച്ചു. അതെന്തായിരുന്നു? UDFോ മറ്റോ പരാജയപ്പെട്ടു പോയാൽ കോൺഗ്രസ് തകരും, അത് BJPക്ക് വളർച്ചയ്ക്കിടയാക്കും. ഇത്തരമൊരു സിദ്ധാന്തം അവതരിപ്പിക്കാൻ നോക്കി. സർ, തങ്ങൾക്ക് അധികാരമില്ലെങ്കിൽ ഇരിക്കട്ടെ, ഇത് കേൾക്കുമ്പോൾ ചില വിഷമങ്ങളുണ്ടാവും, അതാണ്. സർ, ഇവിടെ കേരളത്തിലെ ചില ജനവിഭാഗങ്ങളെ ഒന്നിച്ചു വാരാൻ കഴിയുമോ എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടായിരുന്നു ഇത്തരം ഒരു വാദം ഉന്നയിച്ചത്. വെറുതെയല്ല. ഒരു ഭാഗത്ത് BJPയുടെ വോട്ട് BJPയുമായിട്ട് സൗഹൃദത്തിലൂടെ സമ്പാദിക്കുക, മറുഭാഗത്ത് ഇത്തരമൊരു വാദഗതിയിലൂടെ മറ്റൊരു വിഭാഗത്തിന്റെ വോട്ട് സമ്പാദിക്കാൻ ഇതാണ് നടന്നത്. ഇപ്പൊ തങ്ങൾക്ക് അധികാരമില്ലെങ്കിൽ തങ്ങൾ BJPയിൽ പോകും. ഈ നാട്ടിലെ മതേതര കാഴ്ചപ്പാടുള്ളവരുടെ മുന്നിൽ ഭീഷണിപ്പെടുത്തുന്ന നാണംകെട്ട രാഷ്ട്രീയ നിലപാടിനാണ് നേതൃത്വം നൽകിയത്. ഇതൊക്കെ ഒരു പാർട്ടി എന്ന നിലക്ക് അഭിമാനിക്കാൻ കഴിയുന്നൊരു കാര്യമാണോ? ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങുന്നതാണല്ലോ ഈ മാഹി എന്നാണല്ലോ പോണ്ടിച്ചേരി, അത് പോണ്ടിച്ചേരിയുടെ ഭാഗമാണല്ലോ. ആ പോണ്ടിച്ചേരിയിൽ നടന്ന കാര്യം നമ്മളെല്ലാവരുടെയും അനുഭവത്തിലുണ്ടല്ലോ.
കോൺഗ്രസ്സുകാർ ഒന്നിനു പുറകെ ഒന്നായി കാലുമാറുന്ന അവസ്ഥയല്ലേ അവിടെ കണ്ടത്. ഇത് ജയിച്ച കോൺഗ്രസ് നേതാക്കൾ, എം പിമാർ ബി ജെ പിയിൽ ചേക്കേറിയ ചരിത്രം, അതൊക്കെ ദീർഘമായൊരു പട്ടികയല്ലേ. അതെല്ലാം അറിയാവുന്ന ജനങ്ങൾക്ക് മുന്നിലാണ് ഇത്തരമൊരു ഭീഷണിയുമായി UDF വന്നത് എന്നത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസമായിരുന്നു. നിങ്ങൾ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ശരിയായ ആത്മപരിശോധന, അത് തിരിച്ചറിയാനുള്ള ആത്മപരിശോധനയാണ് നടത്തേണ്ടത്. ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നല്ലോ കോൺഗ്രസ്. അതിന് അടിസ്ഥാനമായി വർത്തിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതിപ്പം നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടോ? നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണത്. ഇപ്പോൾ സാമ്രാജ്യത്വ വിരുദ്ധത കോൺഗ്രസിൻ്റെ മുഖമുദ്രയായിരുന്നില്ലേ? ലോകവേദികളിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സാമ്രാജ്യത്വ വിരുദ്ധമായ നിലപാടായിരുന്നില്ലേ എടുത്തിരുന്നത്? പക്ഷെ ആ രീതി നിങ്ങൾ നേരത്തെ ഉപേക്ഷിച്ചില്ലേ? അമേരിക്കൻ സാമ്രാജ്യത്വം ഉൾപ്പെടെയുള്ളവരെയല്ലേ സഖ്യകക്ഷികളാക്കുന്നത്? അതിനല്ലേ നിങ്ങൾ നേതൃത്വം കൊടുത്തത്? ചേരിചേരാ നയം ഫലത്തിൽ ഉപേക്ഷിച്ച് അമേരിക്കയുടെ ബി ടീമായി മാറാനല്ലേ നിങ്ങൾ തയ്യാറായത്? സർ, പഴയ കോൺഗ്രസിൻ്റെ നയങ്ങളുണ്ടോ നിങ്ങൾക്ക്? അതല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത്. നേരത്തെ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നറിയില്ല, എന്നാലും ചിന്തിക്കണ്ടേ നിങ്ങൾ? സർ, സ്വാശ്രയത്തിൽ ഊന്നി നിൽക്കുന്ന സമ്പദ്ഘടനക്കായി നിലകൊള്ളുന്നുവെന്ന കാഴ്ചപ്പാടായിരുന്നില്ലേ കോൺഗ്രസിനെ കുറിച്ച് ജനങ്ങൾക്കുണ്ടായിരുന്നത്? പഴയ കാലത്ത്, ഇപ്പമല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കെട്ടിപ്പടുത്ത് മുന്നോട്ട് പോയത് അത്തരം കാഴ്ചപ്പാട് ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിനിടയാക്കിയല്ലോ. അങ്ങനെ സ്വാശ്രയത്വത്തിൻ്റെ വക്താക്കളായും നിങ്ങളെ ജനങ്ങൾ കണ്ടു. പക്ഷെ നിങ്ങളവിടെ നിന്നോ? അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ചില്ലേ? പൊതുമേഖല വിറ്റു തുലക്കുന്നതിന് നിങ്ങളല്ലേ നേതൃത്വം കൊടുത്തത്? കോർപ്പറേറ്റുകൾക്ക് പരവതാനി വിരിച്ചതും നിങ്ങളല്ലേ? അപ്പോൾ നേരത്തെയുള്ള നിലപാട് കൈയൊഴിഞ്ഞ് പുതിയ നിലപാട് സ്വീകരിക്കാനല്ലേ നിങ്ങൾ തയ്യാറായത്? സർ, ഇനി മതനിരപേക്ഷതയുടെ കാര്യം. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നവർ എന്ന തോന്നൽ ജനങ്ങൾക്ക് ഒരു കാലത്ത് നിങ്ങളെക്കുറിച്ചുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഭാഗമായോ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ, മതനിരപേക്ഷ ചിന്താഗതിക്കാർ എല്ലാം നിങ്ങളെ പിന്തുണച്ചു. അതിലൂടെ ഏറെക്കാലം രാജ്യം ഭരിക്കുന്നതിനും നിങ്ങൾക്ക് സാധിച്ചു. പക്ഷേ പിന്നീട് കണ്ടതെന്താ? ബാബറി മസ്ജിദ് തകർക്കുന്നതിന് കൂട്ടുനിൽക്കുന്നു, മൃദു ഹിന്ദുത്വ അജണ്ടകൾ നിങ്ങൾ സ്വീകരിക്കുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ജനവിഭാഗങ്ങൾ തന്നെ നിങ്ങളെ കൈയൊഴിഞ്ഞില്ലേ? ജാതിമത ശക്തികളെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രീണിപ്പിക്കുന്ന നിങ്ങളുടെ നയം മതനിരപേക്ഷ ചിന്താഗതിക്കാരുടെ പിന്തുണ നഷ്ടമാക്കുന്നതിൽ ഇടയാക്കിയത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇത് സമൂഹത്തെ ഏതെല്ലാം തരത്തിൽ ധ്രുവീകരിക്കുന്നതിനിടയാക്കിയെന്ന്? യഥാർത്ഥത്തിൽ സമൂഹത്തെ ധ്രുവീകരിക്കുന്നതിനല്ലേ ഇതിടയാക്കിയത്? ഒരു കാലത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം, ഇപ്പം അതൊന്നും ആരും ഓർക്കുന്നുണ്ടാവില്ല, എന്നാലും ഒന്ന് പറഞ്ഞു പോവുകയാണ്. അഴിമതി വിരുദ്ധ രാഷ്ട്രീയം കോൺഗ്രസിൻ്റെ പ്രതിച്ഛായകളിൽ ഒന്നായിരുന്നല്ലോ.
പക്ഷേ അത് പിന്നെ കൊണ്ടാടുന്നോ? വേഗം തന്നെ ഉപേക്ഷിച്ചില്ലേ? ഇപ്പോൾ ബി ജെ പിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം അവരുടെ രാഷ്ട്രീയ അജണ്ടകളുമായി താദാത്മ്യം പ്രാപിക്കാനും മത്സരിക്കാനുമല്ലേ നിങ്ങൾ ശ്രമിച്ചത്? അതും നിങ്ങളെ ദുർബലമാക്കിയില്ലേ? ബി ജെ പി പ്രതിദാനം ചെയ്യുന്നത് വർഗീയതയാണ്. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ബി ജെ പി എതിർക്കാൻ പറ്റൂ. ഈ രാജ്യത്ത് ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ സ്വീകരിച്ച സമീപനം എത്ര കണ്ട് വിശ്വാസ്യത ഉളവാക്കിയെന്നത് നിങ്ങൾ സ്വയം പരിശോധിക്കുന്ന നല്ലതാണ്. അപ്പോൾ ഇത്തരം നിലപാടുകൾ നിങ്ങൾ കൈയൊഴിഞ്ഞതോടെ സാമ്രാജ്യത്വ വിരുദ്ധത, മതനിരപേക്ഷത, സ്വാശ്രയത്വം, അഴിമതി വിരുദ്ധത ഇതെല്ലാം കൈയൊഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന സ്ഥിതിയായി. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷ ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന കാഴ്ചപ്പാടിൽ ഉറച്ചു നിൽക്കാനിടയാക്കുന്ന രാഷ്ട്രീയമാണ് നിങ്ങൾ കൈയൊഴിഞ്ഞത്. നിങ്ങൾ നന്നാവണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ തിരിച്ചു പിടിക്കാതെ ഒരിക്കലും കോൺഗ്രസിനൊരു തിരിച്ചുവരവ് രാജ്യത്ത് അസാധ്യമാവും എന്നത് മനസ്സിലാക്കിയാൽ നല്ലത്. ആരാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ശത്രുവെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഇനിയെങ്കിലും നിങ്ങൾ തയ്യാറാവണം. കോൺഗ്രസിൻ്റെ ആഗോളവൽക്കരണ നയങ്ങൾക്കും മതനിരപേക്ഷത തകർക്കുന്ന സമീപനങ്ങൾക്കും ഞങ്ങളെതിരാണ്. അതേസമയം ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഫാസിസ്റ്റ് അജണ്ടകളെ പ്രതിരോധിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അതാണ് ഞങ്ങളുടെ നിലപാടെന്ന് നിങ്ങൾക്കറിയാലോ. ഒന്നാം UPA സർക്കാരിന് ഞങ്ങൾ പിന്തുണ നൽകിയത് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണയുള്ളത് കൊണ്ടല്ലോ. BJP അധികാരത്തിൽ വന്നുകൂടാ, അതായിരുന്നല്ലോ രാഷ്ട്രീയ നിലപാട്. അതിൻ്റെ ഭാഗമായാണ് നിങ്ങൾക്ക് പിന്തുണ നൽകാൻ തയ്യാറായത്. ഇവിടെ രാഷ്ട്രീയ നയവും ജനങ്ങളുടെ ജീവിതവുമാണ് ഞങ്ങൾ ഏറ്റവും പ്രധാനമായി കണ്ടിരുന്നത്. നിങ്ങൾ അധികാരത്തിന് വേണ്ടിയുള്ള കുറുക്ക് വഴികളാണ് അന്വേഷിച്ച് നടന്നത്. നിങ്ങൾ ഇടതുപക്ഷത്തെ തകർക്കുന്നതിന് ഏത് ശക്തിയുമായും കൂട്ടുപിടിക്കാൻ തയ്യാറായിരുന്നു. നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. ഈ തെരഞ്ഞെടുപ്പല്ല ഞാൻ പറയുന്നത്, പടിഞ്ഞാറൻ ബംഗാളിൻ്റെ പഴയ അവസ്ഥ ഓർത്താൽ മതി. എല്ലാവിധ ശക്തികളെയും കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു പടിഞ്ഞാറൻ ബംഗാളിൽ ഇടതുപക്ഷത്തെ തകർക്കാൻ നേരത്തെ നിങ്ങൾ മുന്നോട്ട് വന്നിരുന്നത്. ഇടതുപക്ഷത്തിൻ്റെ തകർച്ച ബംഗാളിനെ എവിടെ എത്തിച്ചു? വർഗീയതയുടെ കൊലക്കളമാക്കി മാറ്റി. മതസൗഹാർദ്ദത്തിൻ്റെ ഉജ്ജ്വലമായ അധ്യായങ്ങൾ രചിച്ച വങ്കനാട് ഇന്ന് വർഗീയ ധ്രുവീകരണത്തിൻ്റെ നടുവിലായി. ത്രിപുരയിൽ ഇടതുപക്ഷത്തിന് അധികാരം നഷ്ടപ്പെട്ടു. എങ്ങനെ? കോൺഗ്രസ്സുകാർ BJPയിൽ കൂട്ടത്തോടെ ചേക്കേറിയപ്പോൾ. പറയുന്നത് ലേശം വിഷമമുള്ള കാര്യമാണ്, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ BJPയുടെ ശക്തി കേന്ദ്രമായ പ്രദേശങ്ങളിൽ ശക്തമായ പോരാട്ടം നടത്താൻ ഉത്തരവാദപ്പെട്ടവരായ നിങ്ങളുടെ നേതാക്കൾ അതിന് ശ്രമിക്കാതെ മുന്നോട്ട് പോയ ചരിത്രം കേരള ജനത മറന്നിട്ടുണ്ടാവില്ല. അന്ന് BJPയെ പരാജയപ്പെടുത്തുന്നതിനേക്കാൾ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനായിരുന്നു മോഹം. നിങ്ങളുടെ താല്പര്യം അതായിരുന്നു.
ഈ ചുവടുമാറ്റം ആപൽക്കരമാണ് എന്ന് അന്നേ ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ചിലരെ കുറച്ച് കാലത്തേക്ക് ചിലപ്പോൾ വഴിതെറ്റിക്കാനാവും. എല്ലാവരെയും എല്ലാ കാലവും അതിന് സാധിക്കില്ല. അത് തിരിച്ചറിയുന്നത് നല്ലതാണ്. ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾ വളർന്നു വന്നെങ്കിൽ മാത്രമേ ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരായ ജനപക്ഷ ബദലുകൾ രാജ്യത്ത് വളർന്നു വരികയുള്ളൂ. മതനിരപേക്ഷത സംരക്ഷിക്കുക എന്നത് അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. അത്തരത്തിൽ രാജ്യത്തിന് വഴികാട്ടുന്ന ഒന്നായി കേരളത്തിൻ്റെ ഈ വിജയം മാറുന്നു എന്നതാണ് ഈ വിജയത്തിൻ്റെ പ്രത്യേകത. അഖിലേന്ത്യാ തലത്തിലേക്ക് ആ രാഷ്ട്രീയത്തെ കൂടുതൽ ശക്തമായി എത്തിക്കുക എന്ന കടമ കൂടി കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഏറ്റെടുക്കാനുണ്ട്. ആ കടമ ഏറ്റെടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കാനുള്ളത്. രാജ്യത്തെ രക്ഷിക്കുന്നതിനുള്ള മഹത്തായ സമരത്തിൻ്റെ കരുത്തുറ്റ സന്ദേശമായി ഈ തെരഞ്ഞെടുപ്പ് വിജയം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ LDF സർക്കാർ ഉയർത്തിപ്പിടിച്ച നടപടികൾ ഈ സർക്കാർ തുടരുമെന്ന് ഒന്നുകൂടി ആവർത്തിക്കട്ടെ. കൂടുതൽ കരുത്തോടെ ജനകീയ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകും. ആ ഘട്ടത്തിൽ കൂടുതൽ ജനവിഭാഗങ്ങൾ ഇടതുപക്ഷത്തോട് അണിചേരുകയും ചെയ്യും. ആ ജനമുന്നേറ്റത്തിൽ നിങ്ങളുടെ തെറ്റായ രാഷ്ട്രീയ നിലപാടുകളെല്ലാം കടപുഴകി വീഴും എന്ന് നിങ്ങൾ ഓർക്കണം. സർ, ഈ നന്ദിപ്രമേയം നമ്മുടെ നിയമസഭ പൂർണ്ണമായി അംഗീകരിക്കും എന്ന പ്രതീക്ഷയോടെ അവസാനിപ്പിക്കും.